അപ്പോൾ ഈ നെല്ല് സംഭരണത്തിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങുന്നു, മില്ലുടമകളുമായൊക്കെ ചർച്ച നടത്തുന്നു. ഇപ്പോൾ അതിനകത്തുള്ള പ്രതിസന്ധി നീങ്ങിയെന്ന് കരുതുന്നു അല്ലേ? മുഴുവനായിട്ടല്ലെങ്കിലും ആലപ്പുഴയിൽ ഇപ്പോൾ നെല്ല് സംഭരണം തുടങ്ങിയിട്ടുണ്ട്. നെടുമുടി, വള്ളുവൻകാട് പാടശേഖരം, പൂന്തറ പാടശേഖരം എന്നിവിടങ്ങളിലാണ് നെല്ല് സംഭരണം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഒക്ടോബർ 14 കൊയ്ത്തു തുടങ്ങിയതാണ്. ഇത്രയും ദിവസമായിട്ട് നെല്ലെടുക്കാതെ കിടക്കുകയായിരുന്നു. ഇന്ന് എന്തായാലും നെല്ലെടുപ്പിൻ്റെ തീരുമാനമായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഒരു വള്ളം വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ 2.5 ലോഡിൻ്റെ വള്ളത്തെ നെല്ല് കയറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീരുമാനമായതിൽ പാടശേഖരത്തിന് നന്ദി ആദ്യം അറിയിച്ചുകൊള്ളുന്നു. മോയ്സ്ചർ ഒന്നുമില്ല. ഓടെ 3 കിലോ കിഴിവിനാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓടെ 3 കിലോ കിഴിവ് വെച്ചിട്ടാണ് ഇന്ന് മുതൽ നെല്ലെടുക്കാൻ തുടങ്ങുന്നത്. ഈ ചെറുപ്പക്കാർ നമ്മുടെ കാർഷിക മേഖലയിലോട്ട് വരാനുള്ള അതിനെ തഴയുന്നൊരു രീതിയിലാണ് ഇപ്രാവശ്യം നടന്നത്. എല്ലാവരും കൃഷിയിലോട്ട് വരണമെന്നൊക്കെ പറഞ്ഞ് പലരും നമ്മുടെ മന്ത്രികളും അങ്ങനെയുള്ള പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ഇങ്ങനെയൊക്കെ ഇത് കാണുമ്പോൾ എങ്ങനെ യുവ കർഷകർ ഇതിനകത്തോട്ട് വരും? വേറൊന്നും കൊണ്ടല്ല, ഇന്ന് ഞങ്ങളിപ്പോൾ 18-19 ദിവസമായി ഞങ്ങൾ ഇതിനകത്ത് കിടന്ന് ഒരു ദിവസം ഇല്ലാതെ പകൽ കിടന്ന് കഷ്ടപ്പെടുക. സകല ദൈവങ്ങളെയും വിളിക്കുന്നു, മഴ പെയ്യല്ലേ മഴ പെയ്യല്ലേ മഴ പെയ്യല്ലേ എന്ന് പറഞ്ഞ്. മഴ പെയ്ത് മാനം തെളിഞ്ഞിട്ടിപ്പോൾ ഒരു 5-6 ദിവസമായി. നല്ല പോലെ അന്തരീക്ഷമായിട്ട് 5-6 ദിവസമായി. ഈ 5-6 ദിവസം ആയിട്ട് പോലും ഞങ്ങളുടെ നെല്ലെടുക്കാനായിട്ട് ഇന്നാണ് ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടായി. അതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും. പുറകിലുള്ള ഞങ്ങളുടെ കർഷകരുടെയും ബാക്കി ഞങ്ങളുടെ നെല്ല് വാരുന്നവരുടെയും ചുമക്കുന്നവരൊക്കെ സന്തോഷം അതെന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാവും. ജോസി ബാബു വിശദാംശങ്ങൾ നൽകും. ജോസി, എങ്ങനെയാണ് ഇപ്പോൾ ഈ നെല്ല് സംഭരണത്തിൽ ഒരു പ്രശ്ന പരിഹാരം സാധ്യമായിരിക്കുന്നതിൽ കർഷകരൊക്കെ പൂർണ്ണമായും സംതൃപ്തരാണോ? നെല്ല് സംഭരണം എങ്ങനെ തുടരുന്നു അവിടെ? സൈഫുദ്ദീൻ, ഇന്നലെ ഭക്ഷ്യമന്ത്രിയും കൃഷിമന്ത്രിയും ഓൺലൈനായും നടത്തിയ ചർച്ചയിൽ തുടർന്നാണ് ഇത്തരത്തിൽ നെല്ല് സംഭരണത്തിന് ധാരണയായിരിക്കുന്നത്. കാലടി അമിലോസ് മില്ലുമായി നടത്തിയ ധാരണയിലാണ് ആലപ്പുഴ ജില്ലയിലെ വിവിധ പാടശേഖരങ്ങളിൽ ഇപ്പോൾ നെല്ല് സംഭരണം തുടങ്ങിയിരിക്കുന്നത്. കരുവാറ്റ, ഈഴച്ചിക്കിരി, വെസ്റ്റ്, പരിക്കാടൻ സമിതി എന്നിവിടങ്ങളിലെ നെല്ല് സംഭരിക്കും. അതോടൊപ്പം തന്നെ നെടുമുടി, വള്ളുവൻകാട് പാടശേഖരം, പൂന്തുറ പാടശേഖരം എന്നിവിടങ്ങളിലെയും നെല്ല് സംഭരണമാണ് തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും കർഷകരുടെ വാക്കുകളിൽ അവർ പ്രതികരിച്ചിരുന്നത് പോലെ 2 ആഴ്ചയിലേറെ നീണ്ടുനിരുന്ന ആശങ്കകൾക്കാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. നെല്ല് സംഭരണത്തിൽ പ്രധാനമായും മില്ലുടമകളുടെ കടുംപിടുത്തമാണ് നെല്ല് സംഭരണം പ്രതിസന്ധിക്ക് കാരണമായത്. പ്രധാനമായും കിൻഡലിന് 66.5 കിലോഗ്രാം അരി മില്ലുകൾ നെല്ല് കുത്തിയ ശേഷം തിരികെ നൽകണമെന്നായിരുന്നു സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് സാധ്യമല്ല, അത് പ്രായോഗികമല്ല എന്നതാണ് മില്ലുടമകൾ പറയുന്നത്. 64.5 കിലോഗ്രാം നെല്ല് അരി മാത്രമായിരിക്കും തിരികെ നൽകാൻ കഴിയുക 1 കിൻഡൽ സംഭരിക്കുമ്പോഴെന്നുള്ള നിലപാടാണ് മില്ലുടമകൾ സ്വീകരിച്ചതിനാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ മില്ലുടമകൾ, കർഷക പ്രതിനിധികൾ അടക്കമുള്ളവരുമായി മന്ത്രിമാർ ഓൺലൈനായി യോഗം ചേരുകയും അതിലാണ് ഒരു മില്ലുടമകളുമായി ധാരണയിലായിരിക്കുന്നത്. എന്തായാലും കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. അതേസമയം പാലക്കാട് ജില്ലയിൽ പ്രതിസന്ധി തുടരുകയാണ്. നെല്ല് സംഭരണം ഇതുവരെയും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തുലാമഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ശക്തമായ മഴ പെയ്തിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി നെല്ലിനെ ടാർപോളിൻ കീഴുകളിൽ മൂടിയിട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. നെല്ല് കിളുത്താൽ വീണ്ടും അതിന് വില കുറയാനും നെല്ല് സംഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാകും. അത്തരത്തിലുള്ള ഒട്ടേറെ ആശങ്കകൾ നിലനിന്നിരുന്നു. നിരവധി കർഷകർ ഈ വിഷയം ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആലപ്പുഴ ജില്ലയിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആശങ്കകൾ ഒഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെ മില്ലുടമകൾ ഇനി നിസ്സഹകരണം തുടർന്നാൽ നേരിട്ട് സപ്ലൈകോ നെല്ല് സംഭരിക്കുന്നതിലേക്ക് കടക്കുമെന്നുള്ള കാര്യവും മന്ത്രി പി പ്രസാദ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു.